അപ്പോൾ നമ്മളിന്ന് സിൽവർ സ്റ്റോമിലുള്ള സ്നോ വേൾഡ് സന്ദർശിക്കാൻ വേണ്ടി വന്നാട്ടോ. അത് അടിപൊളിയാന്ന് പറഞ്ഞാൽ ഞാൻ ഒരിട്ടം വന്നതാണ്. ഇപ്പോൾ രണ്ടാമത് നമ്മുടെ മൂന്നാൾ ലോഹിക്കാരൊക്കെ പാടെ കൂടിക്കാണ്ട് സ്നോ സ്റ്റോമിക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണിച്ചാൽ നല്ല അടിപൊളി വൈബ് സ്ഥലമാട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കാരണം. അപ്പോൾ അത് നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആതിരപ്പള്ളിയിലുള്ള സിൽവർ സ്റ്റോമിലാണ്. സിൽവർ സ്റ്റോമിലുള്ള സ്നോ സ്റ്റോം കാണാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തുകാണ്ട് സ്നോ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒരാൾക്ക് 570 ടിക്കറ്റ് ചാർജ്. കേരളത്തിൽ തന്നെ നമ്പർ 1 സ്നോ പാർക്കാണ് നമ്മൾ ഈ സിൽവർ സ്റ്റോമിലുള്ളത്. ഞാൻ ഒരു പ്രാവശ്യം ഈ സ്നോ പാർക്കിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമതും വന്നത്. ഞങ്ങളൊരു 5 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയത്. 5 മണിക്കാണ് സ്നോ പാർക്ക് ഓപ്പണിങ് എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ 7 മണിക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. 3/4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യുക. 1/4 മണിക്കൂർ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ്. അങ്ങനെ ടോട്ടൽ 1 മണിക്കൂറാണുള്ളത്. സിൽവർ സ്റ്റോമിൽ സ്നോ വേൾഡിലേക്ക് വരാൻ പോകാൻ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്താണ് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 7 മണിക്കാണ് ഉള്ളിലേക്ക് കയറാറ്. ഇവിടുത്തെ കാഴ്ച കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. മഞ്ഞമ്മൽ പോയി സൂപ്പർല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ സ്നോ വേൾഡ്? അടിപൊളിയല്ലേ? -10 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേട്ടോ ഇവിടുത്തെ തണുപ്പ്. മഞ്ഞ് കാണാൻ വേണ്ടി കാശ്മീർക്കോ ലഡാക്കോ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാ ഇവിടെ നമ്മൾ ആതിരപ്പള്ളിയിലെ സിൽവർ സ്റ്റോമിലുള്ള നമ്മൾ ഈ സ്നോ വേൾഡിൽ വന്നാൽ മതി.
അവസാനത്തെ ഒരു 10-15 മിനിറ്റാണ് ശരിക്കുള്ള സ്നോ സ്റ്റോം. തണുത്തിട്ട് ഊപ്പാട് ഇങ്ങോട്ട് അളക്കും. തണുത്തിട്ട് മൊബൈലൊന്നും കൈയോട് പിടിക്കാൻ കഴിയാഞ്ഞിട്ട് ലാസ്റ്റത്തെ മൊമെൻ്റൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്റ്റോമിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി സോങ്ങും ഉണ്ടാവും കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഡാൻസൊക്കെ ചെയ്യാം.